ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ്. കാര്യം കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പിറ്റേന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ആക്കുന്നത്. അപ്പോൾ ഇതിൽ അന്നത്തെ ആ ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ രാവിലെ 10 മണിയാകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിനെ. പിന്നെ നമ്മൾ രാവിലെ ഒരു 8 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. നോക്കുമ്പോഴത്തേക്ക് നല്ലോണം ലേറ്റായി കേട്ടോ ഇറങ്ങാനും വേണ്ടിയിട്ട്. അതെപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവുക. എത്ര നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചാലും എങ്ങനെയും ലേറ്റാവും. അപ്പോൾ ഒരു 10 മണിയെല്ലാം ആയിട്ടാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക്. പിന്നെ ഞാൻ അവിടുന്ന് രാവിലെയുള്ള കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിന്. നോക്കുമ്പോഴത്തേക്ക് ഫുൾ തിരക്കായി. സത്യം പറഞ്ഞാൽ എനിക്ക് കാറിൽ കയറിയ ഓർമ്മ വന്നേ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത്. പിന്നെ ഞാൻ ഈ ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്ത് തരാമെന്ന് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ. അപ്പോൾ ഇത് മുതൽ ഇന്നത്തെ ആ ഒരു ദിവസം മുഴുവനും ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു 2 മണിക്കൂറെല്ലാം കഴിയുമ്പോഴത്തേക്ക് കോഴിക്കോട് കാലിക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടുന്ന് നേരെ നമ്മൾ ഹൈലൈറ്റ് മാളിലേക്കാണ് പോയിട്ടുണ്ടായിന്. ഈ കാര്യം നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ അവിടത്തേക്ക് പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മാക്സിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് കയറിയതാണ്. അങ്ങനെ കാര്യമായിട്ട് പറയാനുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് രണ്ടാൾക്കും ഷൂ വാങ്ങാനും വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് കയറിയതിന്. പിന്നെ ലാസ്റ്റ് നമ്മൾ മാക്സിലാണ് കയറിയ. ഇവിടെ കയറുന്നതിന് മുമ്പ് തന്നെ ഇവിടെ തന്നെയുള്ള കുറേ ഷോപ്പിൽ നമ്മൾ കയറി നോക്കി. അപ്പോൾ അവിടെ നിന്നൊന്നും വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് വന്നത് മാക്സിലാണ്. ഇവിടെ നോക്കുമ്പം അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഞാനിതാ ഈ ഒരു ഷൂ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ എടുത്ത് നോക്കി ഇട്ടോക്കുന്ന ടൈമിൽ വലിയ രസമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ അത് അവിടെ തന്നെ വെച്ച്. എനിക്ക് വലിയ ഹെവി ആയിട്ടുള്ള ഷൂ ഒന്നും ഇഷ്ടമല്ല. അത് ഡ്രസ്സായാലും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ എടുക്കൽ. വലിയ ഹെവി ആയിട്ടുള്ള എടുക്കുമ്പം എന്തോ ഒരു പോറ് പോലെയല്ലേ. അതേപോലെ തന്നെയാണ് ഞാൻ ഷൂവും പർച്ചേസ് ചെയ്യൽ. വലിയ ഹെവി അല്ലാണ്ട് കാണാൻ സിമ്പിളാവണം, എന്നാൽ ഇട്ടാൽ വൃത്തിയും വേണ്ടേ കാണാൻ. ഓരോരോ ചപ്പലായാലും ഷൂ ആയാലും കാണാൻ ഭയങ്കര രസമായിരിക്കും. പക്ഷെ നമ്മൾ കാലിനിട്ടാൽ വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല. ഞാനധികം ഇട്ടോക്കിയിട്ട് തന്നെയാണ് കേട്ടോ എടുക്കൽ. പിന്നെ ഞാൻ വന്നിട്ടുള്ള ഹീൽസിൻ്റെ സെക്ഷനിലാണ്. ഇവിടെ ഹീൽസിൻ്റെ എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ബ്ലാക്ക് ഞാൻ ഏത് ചെരുപ്പ് എടുക്കുമ്പോൾ ആയാലും ഡ്രസ്സായാലും എല്ലാം എനിക്ക് ആദ്യം കണ്ണിൽ പെടുക ബ്ലാക്കാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ബ്ലാക്ക്. പക്ഷേ ഹീൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടുനോക്കുന്നതാണ്. ഞാൻ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഹീൽസ് ഇട്ടിട്ട് എന്താ പറയുക അതിലും ഹൈറ്റാവും. അപ്പം എനിക്ക് എടുത്തിട്ട് കാര്യമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹീൽസ് ഇടാൻ. പക്ഷേ ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് പിന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഓരോരോ സമയത്തെല്ലാം സങ്കടമാവും.
അങ്ങനെ നമ്മള് അവിടുന്നും കുറേ നോക്കിയേട്ടാ. പക്ഷെ നമുക്കിഷ്ടപ്പെട്ടതൊന്നും കിട്ടിയിട്ടില്ല. കാര്യം കുറേ നോക്കി. നല്ല നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ട്. പക്ഷെ എന്താ പറയുക, നമുക്കിഷ്ടപ്പെട്ടതിൻ്റെ സൈസൊന്നും ഇല്ല അവിടെ. അപ്പോൾ പിന്നെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ മാക്സിന് നമ്മൾ നേരെ വേറെ ഷോപ്പിലേക്ക് വന്ന് ഇവിടെ വന്ന് നോക്കുന്ന ടൈമിൽ സബു കട്ട പോസ്റ്റാണ് കേട്ടോ. കുറേ ടൈമായി പറയുന്നത് വാ നമുക്ക് പോവാലെന്നെല്ലാം. ഇവക്ക് തീരെ അനങ്ങാണ്ടിരിക്കുന്ന ഇഷ്ടമല്ല. അങ്ങനെ കുറേ ടൈം മിററെല്ലാം നോക്കിയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് കേട്ടോ. അത് പിന്നെ ഇതിൽ കൊടുത്താൽ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ വീഡിയോ ഡിലീറ്റ് ആക്കേണ്ടെല്ലാം വരും. അത് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ സൗണ്ടൊന്നും കൊടുക്കാത്തത്. അങ്ങനെ അവരവിടുന്ന് നോക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ കുറേ ബ്ലാക്ക് ഷൂ എല്ലാം കാണുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ എടുത്ത് നോക്കിയത് ബ്ലാക്ക് ഷൂ തന്നെയാണ്. ഇത് രസമുണ്ട് കാണാൻ, എന്നാൽ ഇട്ടിട്ടൊരു കംഫർട്ടായിട്ട് തോന്നുന്നില്ല. ഒരെന്തോ പോലെ. അതുകൊണ്ട് പിന്നെ ഞാൻ അതവിടെ തന്നെ വെച്ച് പിന്നെ ഇത് ഞാൻ എടുത്ത് നോക്കി. അതെനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ സൈസ് എൻ്റെ സൈസ് 40 ആണ്. അപ്പോൾ അത് നോക്കലേനു കേട്ടോ. അങ്ങനെ ആ ഒരു ബ്ലാക്ക് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം ഞാൻ നോക്കിയത് അത് തന്നെയാണ്. പിന്നെ ഞാൻ വേറെ നോക്കലേനു. ഇതെല്ലാം കാണാൻ രസമുണ്ട്, പക്ഷെ ഇട്ടിട്ട് വലിയ വൃത്തിയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ഇട്ടോക്കലേനു. അങ്ങനെ ആദ്യം എടുത്തതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് തന്നെ ഞാൻ ഇട്ടോക്കലാന്ന് കേട്ടോ. ഇതിട്ടിട്ട് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നുന്നില്ല. കാണാൻ രസമുണ്ട്, പക്ഷെ എൻ്റെ കണ്ണ് ബ്ലാക്കിൽ തന്നെയാണോ. എനിക്ക് ബ്ലാക്ക് ആയിരുന്നു കേട്ടോ ഇഷ്ടമായിട്ടുണ്ടായിന്. അതിട്ടിട്ട് എൻ്റെ ഡ്രസ്സിന് ചേരാത്തതാണോ ഒന്നും അറിയില്ല. എനിക്ക് ബ്ലാക്ക് ഇട്ടിട്ട് രസമായിട്ട് തോന്നിയേ. അതുകൊണ്ട് പിന്നെ ഞാനിതാ ആ ഒരു ബ്ലാക്ക് ഷൂ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന്. നമ്മൾ ആദ്യം ഒന്ന് ഇഷ്ടപ്പെട്ടത് എടുക്കും, പിന്നെ കുറേ നോക്കും. പിന്നെ ആദ്യം നമ്മൾ ആ എടുത്ത ഷൂ തന്നെയാണ് നോക്കിയിട്ട് എടുക്കുക. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അവിടുന്ന് പാക്കാക്കുന്ന ടൈമിൽ സബു അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഇങ്ങനെ കുട്ടികൾക്കുള്ള ബാൻഡ്, ആക്സസറീസ്, വള, മാല, ക്ലിപ്പ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ അത് വേണം ഇത് വേണം എന്നെല്ലാം പറയുന്നുണ്ടായിന്. ഓക്കെ, ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയായിരിക്കും, എത്ര കിട്ടിയാലും മതിയാവില്ല എന്ന് അറിയൂലേ. അതെല്ലാം പോലെ ഞാൻ പറഞ്ഞ് അതൊന്നും രസമില്ല, അതൊന്നും വേണ്ടാന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഓളങ്ങ് പോയിട്ടുണ്ടായിനി. അങ്ങനെ നമ്മൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോക്കാണ് കേട്ടോ. തിരിച്ച് പോകുന്ന ടൈമിൽ ഒരു നല്ല ഫ്രോക്ക് കണ്ട് സബുവിന് പറ്റിയ തന്നെ. അങ്ങനെ ഇത് വെച്ച് നോക്കുന്ന ടൈമിൽ ഒക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞ് ഇനിയിപ്പം ഏതായാലും തിരിച്ച് പോകുന്ന ടൈമിൽ ഇവിടെ കയറിയിട്ട് അങ്ങനെ നോക്കിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതവിടെ വെച്ചിട്ട് നമ്മൾ തിരിച്ച് പോക്കേനോ. അങ്ങനെ നമ്മൾ പോകുന്ന ടൈമിൽ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സും ഡ്രിങ്ക്സ് എല്ലാം വാങ്ങാനും വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. കാര്യം കുറച്ച് അധികം ലോങ് ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോഴെല്ലാം സബൂന് എന്തെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ ചൊറയാക്കിക്കൊണ്ട് നിൽക്കും. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും എല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. പിന്നെ ആ സബൂന് മാത്രമല്ല
എനിക്കായാലും കുറച്ച് ലോങ് ആയിട്ടെല്ലാം ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലുമെല്ലാം കഴിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനത്തെ ലേസാ അല്ലെങ്കിൽ ചോക്ലേറ്റ്സാ അതെല്ലാം ഒരു രസമല്ലേ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കൂടിയാണ് ട്രാവൽ ചെയ്യൽ. ലോങ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര സമയം വേണമെങ്കിലും ഞാൻ കാറിലിരിക്കും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ അവിടെ പോകണം ഇവിടെ നിന്ന് ഇങ്ങനെ കാണണം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നാലും വെറുതെ ഇരിക്കാനും എനിക്കിഷ്ടമാണ് കേട്ടോ ട്രാവൽ ചെയ്യാൻ. ഇനിയിപ്പം എന്താ നമ്മൾ പോകുന്ന ടൈമിൽ കുറച്ച് പൈനാപ്പിൾ സലാഡ് അങ്ങനത്തെ എന്തെങ്കിലും എല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചിന്. നല്ല ഉണ്ട് കേട്ടോ എല്ലാം കാണാനും വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു 12:30 ആകുമ്പോഴത്തേക്ക് ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കയറിയിട്ട് സമയം പോയത് തന്നെ അറിഞ്ഞിട്ടില്ല. നമുക്ക് മലപ്പുറമാണ് കേട്ടോ നമ്മൾ പോകുന്ന. കാര്യം ഇർഷാദ് ഖാൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ പോകുന്നതാണ്. അവിടെ എത്താനുള്ളതാണ്. ഇവിടെ കയറിയിട്ട് ടൈം പോയത് അറിഞ്ഞിട്ടില്ല. ഇവിടുന്ന് ഇറങ്ങുമ്പം തന്നെ ഈ ഒരു ടൈമിൽ 2:30-3 മണിയെല്ലാം ആയിനട്ടാ. ഇനിയിപ്പം നമുക്ക് ഉച്ചക്കേത്ത ഫുഡെല്ലാം കഴിക്കാൻ നിന്നാൽ ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച് കുറച്ച് സ്നാക്സും കൂടി വാങ്ങിയിട്ട് അങ്ങനെ പോയാൽ കാറിൽ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ അങ്ങനെ കഴിക്കാമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് അവിടുന്ന് കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങിയിട്ട് നമ്മൾ ഇറങ്ങി. ഇനിയിപ്പം എന്താ അവിടുന്ന് ഒരു മണിക്കൂറെല്ലാം ട്രാവൽ ചെയ്തിട്ട് നമ്മളൊരു 4 മണി 4:30 ആകുമ്പോഴത്തേക്ക് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിന്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ട് പിന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാര്യം എന്താ പറയുക, നമുക്കറിയാത്ത കുറേ പേരുണ്ടാവും. അങ്ങനെ അവരെല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് പണ്ട് താല്പര്യമില്ല. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു 8 മണിയെല്ലാം ആയിരുന്നു കേട്ടോ. 8 മണി കഴിഞ്ഞേ തോന്നുന്നേ. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടേനു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിന്. ഇനിയിപ്പം നേരെ നമ്മൾ നാട്ടിലേക്ക് പോകണോ അതോ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിലേനോ. കാര്യം ഇനിയിപ്പം നാട്ടിലെത്തുന്ന ടൈമിൽ നമുക്ക് ഒരു 6-7 മണിക്കൂറെല്ലാം ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ നാട്ടിലെത്തുമ്പം എങ്ങനെയായാലും ലേറ്റ് ആവും. രാത്രി പിന്നെ ട്രാവൽ ചെയ്യുമ്പം എങ്ങനെയായാലും ഉറങ്ങിപ്പോവുകയും ചെയ്യും. അങ്ങനത്തെ ഇഷ്യൂ എല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ സബുന് നാളെ സ്കൂളിലുള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇനിയിപ്പം സ്റ്റേ ഒന്നും ആക്കണ്ട, ഏതായാലും നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ നാട്ടിലേക്ക് പോക്കാന്നേ. നല്ല ലേറ്റാണ് കേട്ടോ അവിടെ എത്തുമ്പോഴത്തേക്ക്. ഇനിയിപ്പം ഉറങ്ങിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോക്ലേറ്റ്സ് എല്ലാം കുറച്ച് ബാക്കിയുണ്ട് അങ്ങനെ എടുത്ത് കഴിക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ആയിട്ടുള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ന്യൂ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുടെ ഗ്രൂപ്പിലേക്കും മാക്സിമം ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇനിയും ഇതേപോലെ നല്ല അടിപൊളി വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് ആ വീഡിയോ വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാ. ബൈ.